ഈ കാണുന്ന ഒരു ചെറിയ കൃഷിയിടം കണ്ടോ? വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും എന്നതിൻ്റെ ചെറിയ ഒരു ഉദാഹരണമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറിയ കൃഷിയിടം എന്ന് പറയുന്ന ഒരാളിൻ്റെ കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇയാളുടെ ജോലിയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് ഞാൻ എൻ്റെ ഡ്യൂട്ടി ടൈം എല്ലാം കഴിഞ്ഞ് റൂമിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു നേപ്പാളി കൂട്ടുകാരൻ പറഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ സൈറ്റിൽ വർക്കിന് പോയ സമയത്ത് അവിടുത്തെ കുക്കാണ്. അങ്ങനെ 1-2 വീടുകളിലെ പാചകം ഫാമിലി ആയിട്ടുള്ള വീടാണ്. മൊത്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ആ കുക്കിങ്ങിൻ്റെ എല്ലാ സമയത്ത് കിട്ടുന്ന അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയം കൊണ്ട് അവൻ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്രയും വലിയൊരു കൃഷിയിടം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ട്. പുതിനയാണ് ഇതെന്താ ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞു കേട്ടോ. ഈ സാധനം നമ്മുടെ പിന്നെ തക്കാളിയുണ്ട്, അങ്ങനെ ഉള്ളിയുണ്ട്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമുക്ക് കൃഷി ചെയ്തിട്ടുണ്ട്. ഈ ജോലിക്കിടയിൽ കിട്ടുന്ന സമയത്തിനിടയ്ക്ക് ചെയ്തതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവിടെ കുറച്ച് ഭാഗത്ത് ആ ടെൻറ്റിൻ്റെ അടുത്ത് കുറച്ച് ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ അവൻ കുറച്ച് സ്ഥലം വിപുലമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇവർ അവരുടെ നാട്ടിൽ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത് അവിടെ നേപ്പാളിയാണ് അവൻ. അപ്പം അതിൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തിരിക്കുന്നതാണ്. കൊള്ളാമല്ലോ, നല്ല വരമ്പ് പോലെ നമ്മുടെയൊക്കെ പാടത്തൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ തട്ടുകളായിട്ട് തിരിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. നൈസ്, അടിപൊളി. 2 മണിക്ക് ജോലിയും കഴിഞ്ഞ് റൂം എത്തിയിട്ട് ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ലല്ലോ എന്ന് പരിതപിച്ചിരിക്കുന്ന ഞാൻ ഇതൊക്കെ ഒന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാനൊക്കെ എന്ത് വലിയ മടിയനാണെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു കേട്ടോ. ഈ ജോലിക്കെതിരെ അവന് ഇതൊക്കെ ചെയ്യാൻ എവിടെയാണ് സമയം എന്നാണ് ആലോചിക്കുന്നത്. ശരിക്കും നോക്കി ഈ ഒരു മുളകിൻ്റെ സൈസ് നോക്കി, കുഞ്ഞു മുളകാണ്. അതായത് മുളകിൻ്റെ തൈ കണ്ട കുഞ്ഞു തൈയാണ്, വലുതായിട്ടൊന്നുമില്ല. ഒരു 5-6 ഇഞ്ച് വരും കേട്ടോ. പക്ഷെ അതിൽ വരുന്ന മുളക് നോക്കി ഒരു രക്ഷയില്ല. ആ മരത്തിനേക്കാളും വലിയ മുളക് നോക്കി, ഒരു 4 ഇഞ്ചോളം വരും കേട്ടോ. 4 ഇഞ്ചോളം വരും ആ മുളകിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ. പക്ഷെ അത്ര പോലും ആ തൈക്ക് ഉള്ള ഇതില്ല. അതായത് കുറച്ചില്ല, നമ്മൾ വാഴയൊക്കെ നട്ട് കുഴിച്ച് വെച്ച് കൊടുക്കുമല്ലേ മുളകിന് വളരാൻ വേണ്ടിയിട്ട്, അല്ല പക്ഷേ വാഴയ്ക്ക് വളരാൻ വലിയ കൊല കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ കുഴിച്ച് വെച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ മുളകിനെന്ന് പറയുന്നത്. ഒന്നല്ല, ഇതുപോലെ തന്നെ എല്ലാം ഒട്ടുമിക്ക നോക്കി എല്ലാം അങ്ങനെയാണ് ഇരിക്കുന്നത്. ഹൈബ്രിഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. പിന്നെ അത്യാവശ്യം വളവും വെള്ളവും എല്ലാം കിട്ടുമ്പോഴത്തേക്ക് നോക്കി എല്ലാം അങ്ങനെയാണ് ഇരിക്കുന്നത്. എന്താ ഒന്നല്ല, ഒട്ടുമിക്ക എല്ലാം അങ്ങനെയാണ് ഇരിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. എന്തായിരുന്നാലും അവന് കിട്ടുന്ന പരിമിതമായ സമയം കൊണ്ട് അവൻ ഇത്രയൊക്കെ ചെയ്തു വെച്ചില്ലേ. ഇവൻ ആളൊരു മിടുക്കൻ തന്നെ. ഇവനാൾ ഭയങ്കര പാവമാണ് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇവിടെ അവന് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോയി പൊട്ടിച്ചെടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു, കൊണ്ടുപോയി കുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഇതൊന്നും കുക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഇത് കൊള്ളാം, അല്ലെങ്കിൽ ബോൾ പോലെ ഇരിക്കുന്നു. ഞാൻ നമ്മൾ പടവലോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ട്, മത്തങ്ങ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇത് കണ്ടിട്ട് നമ്മളെ മത്തങ്ങ പോലെയൊന്നും തോന്നുന്നില്ല. എന്തോ ഒരു സാധനം മത്തങ്ങ പോലെയൊക്കെ ഇരിക്കുന്നു, പക്ഷേ എന്താണെന്ന് അറിയില്ല. ഇത് കൊള്ളാം. പക്ഷേ മണലാണ്. ഈ മണലിൽ തന്നെ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ മരുഭൂമിയിൽ അല്ലെങ്കിൽ സൗദിയിലൊക്കെ ഗൾഫിൽ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നൊന്നും നാട്ടിൽ നിന്ന സമയത്ത് എനിക്ക് ഒരു പിടിയില്ലായിരുന്നുണ്ട്. ഇവിടെ ഒന്നും വരില്ല, ഇവിടെ വെറും മണ്ണാണ്, ചുട്ടുപഴുത്ത് കിടക്കുന്ന മണ്ണാണ്, ഇവിടെ ഒന്നും വിളയില്ലെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ, എന്നെപ്പോലെ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും നാട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പറയുകയാണ്, ഇവിടെ എന്ത് സാധനം കൊണ്ട് നട്ടാലും പൊടിച്ചോളും, വെള്ളവും വളവും മാത്രം കൊടുത്താൽ മതി, മണലൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഈ മണലിൽ തന്നെ ഒന്ന് ആലോചിച്ചേക്ക്, ഈ മണലിൽ തന്നെ ഇത്രയൊക്കെ വിളവെടുക്കാനൊക്കെ പറ്റുമെന്ന് നോക്കിയേ. ഇത് വെറും മണലാണ്, വെറും മണലിലാണ് ഇവിടെ ഇത്രയും കൃഷി ചെയ്തൊക്കെ എടുത്തിരിക്കുന്നത്. അത് ഉള്ളിപ്പാടമാണ്, അത് ഉള്ളിയാണ്. ഈ കാണുന്ന അത്രയും ഉള്ളിയാണ്. കൊള്ളാം അല്ലേ, കൊള്ളാം. ഒരു മനുഷ്യൻ്റെ പരിശ്രമത്തിൻ്റെ ഫലം. പരിശ്രമിച്ചിടുകിൽ എന്തിനേയും അങ്ങനെ വശത്താക്കാൻ പറ്റുമെന്നാണല്ലോ കവിവചനം. എന്തായാലും കൊള്ളാം, നമ്മുടെ ചെറുക്കൻ്റെ കൃഷി കൊള്ളാം.